ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അസുഖമൊക്കെ മാറി കേട്ടോ എൻ്റെ. ഐ ആം ഓൾ റൈറ്റ്, ഓൾ ഗുഡ്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയില്ല. ഡോക്ടർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ മൺഡേ ആണ് കിട്ടിയത്, 11th വർക്കിംഗ് ഡേ ആയിരുന്നു. പിന്നെ അസുഖമൊക്കെ മാറിയില്ലേ, ഓഫീസിലും പോകണം. അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് വന്നിട്ട് 9:40 AM അപ്പോൾ ഞാൻ തലേ ദിവസം സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഡോക്ടറിനെ കാണണം, റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ്. മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി 15 മിനിറ്റ്സ് മുന്നേ എത്തണമെന്ന്. പക്ഷേ ഞാൻ എത്തിയത് 9:35 ആയി. പിന്നെ ടോക്കണൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്താണ് ഉള്ള ടൈം അത്രയും പോയത്. 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി. റിസൾട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, വൈറൽ ഫീവർ ആയിരുന്നു, ഇൻഫെക്ഷൻ ആയതാണ്. മെഡിസിൻസ് ഒക്കെ കഴിച്ചപ്പോൾ ഇപ്പോൾ ഓൾ റൈറ്റ് ആയി. ഡോക്ടർ ശരിക്കും വെള്ളം കുടിക്കാൻ പറഞ്ഞു, ചൂടുവെള്ളം തന്നെ മാക്സിമം കുടിക്കാൻ പറഞ്ഞു. തണുത്ത വെള്ളം കുടിച്ചാൽ വീണ്ടും പ്രശ്നമാവും, അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ കുടിക്കാൻ പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കുമായിരുന്നു, ഈ ചൂട് സമയത്ത് എങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്നത്, ഈ പുറത്തോട്ടൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തണുത്ത വെള്ളമല്ലേ കുടിക്കാൻ നോക്കുന്നത്. പക്ഷേ ഡോക്ടറിൻ്റെ അഡ്വൈസ് അല്ലേ ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ അസുഖം വന്ന് വീണ്ടും ഹെൽത്ത് മോശമാവും. അവിടെ നിന്ന് ഒരു 10:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലോട്ട് വിട്ടു. ഒരു 11 ഒക്കെ ആയപ്പോൾ ഓഫീസിലെത്തി. അപ്പോഴത്തേക്കും സാറൊക്കെ ചോദിച്ചു സുഖമായോ, ഓൾ റൈറ്റ് ആണോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടൊരു ലോഡ് വർക്കുണ്ടായിരുന്നു ചെയ്യാൻ. 1 വീക്ക് ലീവായിരുന്നില്ലേ, അപ്പോൾ അത് ഫുള്ളും ഫിനിഷ് ചെയ്യണമായിരുന്നു. ഫുള്ളൊന്നും ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടൈം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓഫീസിലൊന്നും മിക്ക ടൈം ആരും കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് ചില സമയത്ത് ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്തിരിക്കും. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. പുറത്തിപ്പോൾ കുട പിടിച്ചാണ് നടക്കുന്നത്, വെയിലടിക്കാതിരിക്കാൻ. കുട പിടിച്ചാലും കാറ്റ് കൊണ്ട് കുട ഒരു വഴിക്ക്, ഞാൻ ഒരു വഴിക്ക്, അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ഈ തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് പണി കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിപ്പം ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഫ്ലാസ്കൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് വെള്ളം ചൂടാക്കിക്കൊണ്ട് ഓഫീസിൽ വരും. ഇവിടെ വാട്ടർ ഡിസ്പെൻസറി ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ സ്വയം കരുതുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാനൊരു 12:40 ഒക്കെ ആകുമ്പം ലഞ്ച് കഴിക്കും. സെപ്പറേറ്റ് പാൻട്രി ഒന്നുമില്ല, അപ്പോൾ വർക്ക് സ്പേസിൽ തന്നെയാണ് ഇരുന്ന് ലഞ്ച് കഴിക്കുന്നത്. ഫുൾ ഓഫീസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് അതിൻ്റേതായ കോൺഫിഡൻഷ്യലും പിന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നെ തന്നെ കാണിക്കുന്നത്. ഈ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 years ആയി. ഓഫീസ് അബുദാബിയിലും ഉണ്ട്, പിന്നെ ഒരു ബ്രാഞ്ച് ദുബായിലും ഉണ്ട്. ദുബായിലിപ്പോൾ ജനുവരിയിൽ അടുപ്പിച്ചാണ് തുടങ്ങിയത്. അവിടെ 2 സ്റ്റാഫേ ഉള്ളൂ. അബുദാബിയാണ് ഹെഡ് ഓഫീസ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബി തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അഗെയിൻ ബാക്ക് ടു വർക്ക്. കുറേ ഇൻവോയ്സ് സബ്മിഷൻ ഉണ്ടായിരുന്നു പോർട്ടലിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണമായിരുന്നു. ബ്രേക്ക് 1 hour ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ 1 hour ഒന്നും എടുക്കത്തില്ല. പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ പെൻഡിങ് വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. 6 മണിക്ക് ഒരു ബസ്സുണ്ട്, അപ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു 5:50 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം എനിക്ക് വരാൻ. ഈവനിങ് ആണെങ്കിൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ഓൾ ടേക്ക് കെയർ.